ഹലോ എവ്രി വൺ, എല്ലാവർക്കും കെ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 26ാമത്തെ ക്ലാസ്സിൽ ഇന്ന് 1980 നടന്ന ഇലക്ഷനെക്കുറിച്ചും അതിനെ തുടർന്ന് ഇന്ത്യയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ചുമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനതാ പാർട്ടി ഇലക്ഷനെക്കുറിച്ചും അതിനുശേഷം ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ്റിന് എന്തുകൊണ്ടാണ് നിലനിൽക്കാൻ പറ്റാതെ പോയതെന്നും മനസ്സിലാക്കി കഴിഞ്ഞു. വീണ്ടും ഒരു ഇലക്ഷന് ഇന്ത്യയിൽ കളമൊഴുങ്ങുകയാണ്. 1980 ജനറൽ ഇലക്ഷൻ, പൊതു തിരഞ്ഞെടുപ്പ്. നമുക്ക് ഈ ക്ലാസ്സിൽ ആ ഒരു ജനറൽ ഇലക്ഷനെക്കുറിച്ചും അതിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിന് പറ്റിയോ എന്നുള്ള കാര്യവുമൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കെ എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കെ എസ് എക്സാമിനും മറ്റ് PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടാതെ നമ്മുടെ മറ്റ് 2 ഇനീഷ്യേറ്റീവ്സാണ് വെബ്സൈറ്റും ഒരു മോക്ക് എക്സാം പ്ലാറ്റ്ഫോമും. ഇവ രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റഡി മെറ്റീരിയൽസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമ്മൾ 1980 ഇലക്ഷനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതായത് ചരൺ സിംഗിൻ്റെ ഗവൺമെൻറ്റിന് നിലനിൽക്കാൻ വേണ്ടി പറ്റിയില്ല. 1980 വീണ്ടും ഒരു ഇലക്ഷൻ ഇന്ത്യയിൽ കളമൊരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ജനതാ പാർട്ടി ഉണ്ട്. ജനതാ പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ടുണ്ട്. അതിനുശേഷം മറുഭാഗത്ത് കോൺഗ്രസ് ഉണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വളരെയേറെ പ്രയത്നിക്കുകയും അതിൻ്റെ ഒരു റിസൾട്ട് ആ ഒരു ഇലക്ഷനിൽ കാണാൻ സാധിക്കുകയും ചെയ്തു. അതായത് കോൺഗ്രസ്സിന് 353 സീറ്റോളം ലഭിക്കുകയാണ് ഉണ്ടായത്. അതായത് കോൺഗ്രസ്സിന് ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്ന് ഇത് നേടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജനതാ പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ വലതുവശത്ത് നിങ്ങൾക്ക് കാണാം, ഒരു ജനതാ പാർട്ടിക്ക് 31 സീറ്റും മറ്റൊരു ജനതാ പാർട്ടിക്ക് 41 സീറ്റുമാണ് കിട്ടിയത്. മറ്റ് ചെറിയ പാർട്ടികൾക്കൊക്കെ ആയിട്ട് CPMന് 37 പിന്നെ CPIക്ക് 10 സീറ്റ് കിട്ടിയത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വലിയൊരു വിജയമാണ്. കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? 1975 എമർജൻസിക്ക് മറുപടിയായിട്ട്, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് മറുപടിയായിട്ട് 1977 കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. ഈവൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി വരെ തോൽക്കുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ 1980 ഇലക്ഷനിൽ 3 വർഷം കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾ വീണ്ടും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് അസ്ഥിരമായ ഒരു ഗവൺമെൻറ് ജനങ്ങൾക്ക് ആവശ്യമില്ല എന്നതിൻ്റെ ഒരു തെളിവായിരുന്നു ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത്. കാരണം ജനങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു തീരുമാനങ്ങൾക്കെതിരെ 1977 ഇലക്ഷനിൽ പ്രതികരിച്ചെങ്കിലും പിന്നീട് വന്ന ഗവൺമെൻറ്, അതായത് ജനാധിപത്യത്തെ രക്ഷിക്കാം എന്ന് പറഞ്ഞു വന്ന ഗവൺമെൻറ്റിന് ജനാധിപത്യത്തെ നിലനിർത്താൻ പറ്റിയില്ല. അധികാരത്തിൽ വന്നെങ്കിലും അധികാര വടംവലി കാരണം 3 വർഷത്തിലധികം അവർക്ക് നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത്തരമൊരു സിസ്റ്റത്തിൽ, മറിച്ച് ഇന്ദിരയെ തിരിച്ചു കൊണ്ടുവരൂ എന്നൊക്കെയായിരുന്നു ഈ ഒരു ഇലക്ഷനിലെ മുദ്രാവാക്യം തന്നെ. ഇന്ത്യയെ രക്ഷിക്കൂ, ഇന്ദിരയെ തിരിച്ചു കൊണ്ടുവരൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്നൊക്കെ. അപ്പോൾ 1980 ഇലക്ഷനിൽ ജനങ്ങൾ ഇന്ദിരാഗാന്ധിയെ അല്ലെങ്കിൽ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ 1980 ഇന്ദിരാഗാന്ധി അധികാരമേൽക്കുകയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി അധികാരമേൽക്കുകയാണ്, ഭരണത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ വന്നത് വലിയൊരു വ്യത്യസ്തമായ ഒരു ഇഷ്യൂ ആണ്. എന്താണ് ആ ഒരു ഇഷ്യൂ എന്ന് പറയാം? ഈ ഒരു ഇഷ്യൂവിലാണ് പിന്നീട് ഇന്ത്യയിൽ നടന്ന ഇന്ദിരാഗാന്ധിയുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ആ ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ആ ഇഷ്യൂ? ആ ഇഷ്യൂവിനെയാണ് ഖലിസ്ഥാൻ ഇഷ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഖലിസ്ഥാൻ എന്ന് നമ്മൾ കേൾക്കാൻ വളരെ സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ ആ ഒരു ഇഷ്യൂ താൽക്കാലികമായിട്ട് അടങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സംഭവം? എന്താണ് ഈ ഒരു ഖലിസ്ഥാൻ ഇഷ്യൂ എന്ന് ആദ്യം മനസ്സിലാക്കാം. അത് എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ തിരിഞ്ഞതെന്നും അത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് കാരണമായത് എന്നും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് പഞ്ചാബിനെയും പഞ്ചാബിലുള്ള സിഖുകാരെയും ചുറ്റിപ്പറ്റിയാണ്. അപ്പോൾ പഞ്ചാബ്, അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രദേശമായിരുന്നു. ഈ ഒരു പ്രദേശം പാർട്ടീഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കുന്ന സമയത്ത് രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒരു പഞ്ചാബ് പാകിസ്ഥാനിലേക്ക് പോയി, ഒരു പഞ്ചാബ് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ സിഖുകാരും അതുവഴി വിഭജിക്കപ്പെട്ടു. അപ്പോൾ സിഖുകാർ കുറേ ആൾക്കാർ പാകിസ്ഥാനിലായി, കുറേ ആൾക്കാർ ഇന്ത്യയിലേക്കുമായി. അപ്പോൾ പിന്നീട് ഈ ഒരു 1966 ആകുമ്പോഴാണ് ഈ ഒരു പഞ്ചാബി സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ പഞ്ചാബി സംസാരിക്കുന്നവർക്ക് വേണ്ടി പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചാബ്
രൂപം കൊള്ളുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നുമൊക്കെ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെ 1966 ഇത്തരത്തിൽ ഒരു സംസ്ഥാനം രൂപപ്പെട്ടു. അപ്പോൾ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിലും 1970 കൂടിയൊക്കെയാണ് അകാലി എന്ന് വിളിക്കുന്ന വിഭാഗം, അതായത് സിഖുകാരിൽ തന്നെയുള്ള അകാലികൾ എന്നിവർ ഈ ഒരു പഞ്ചാബ് പ്രദേശത്തിന്, അല്ലെങ്കിൽ ഈ ഒരു പഞ്ചാബ് ഭാഷ സംസാരിക്കുന്ന സിഖുകാർ ഉൾപ്പെടെയുള്ള ഈ ഒരു പ്രദേശത്തിന് പൊളിറ്റിക്കൽ ഓട്ടോണമി വേണമെന്നാവശ്യപ്പെട്ടെന്ന്. പൊളിറ്റിക്കൽ ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിന് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ആവശ്യം, അതായത് അവർക്ക് സ്വന്തമായിട്ട് ഭരണം നടത്താനുള്ള അവകാശം, ഒരു ഫെഡറൽ സിസ്റ്റം പോലെ നമുക്ക് കരുതാവുന്നതാണ്. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം, പൊളിറ്റിക്കൽ ഓട്ടോണമി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 1973 അവർ ആനന്ദ്പൂർ സാഹിബ് റെസല്യൂഷൻ പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ ആ റെസല്യൂഷൻ നമുക്ക് അത്ര പ്രാധാന്യമുള്ളതൊന്നുമല്ല, എങ്കിലും മനസ്സിലാക്കുക, ആനന്ദ്പൂർ സാഹിബ് റെസല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഖലിസ്ഥാൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടതാണ് 1973. അപ്പോൾ ഈ ഒരു ഖലിസ്ഥാൻ ഇഷ്യൂ, അതായത് അവർക്ക് സ്വന്തമായിട്ട് ഓട്ടോണോമി വേണം എന്നുള്ള ഇഷ്യൂ കാലങ്ങളായിട്ട്, അതായത് പിന്നീട് വർഷങ്ങൾ കഴിയുന്തോറും ശക്തപ്പെട്ട് വരികയാണ്, അതായത് ശക്തമായി വരികയാണ്. അപ്പോൾ ഇതിനിടയിൽ 1980 ഒക്കെ ആകുമ്പോഴേക്കും അവരുടെ ചോദ്യം വളരെ വ്യത്യസ്തമായി മാറുകയായി. അതായത് നമുക്കറിയാം, പഞ്ചാബ് എന്ന് പറഞ്ഞാൽ പഞ്ചനദികളുടെ നാടാണ്, 5 നദികളൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു 5 നദികളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഈ ഒരു മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പഞ്ചാബിൽ നിന്നുള്ള ഈ ഒരു അകാലികൾ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് പഞ്ചാബിൽ നിന്നുള്ള വെള്ളം നമ്മൾ എന്തിനാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ. അതായത് വെള്ളത്തിൻ്റെ പേരിൽ മറ്റ് സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ഈ ഒരു അകാലികൾ ഉയർത്തിവരുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഈ ഒരു അകാലികളിൽ തന്നെ എക്സ്ട്രീമിസ്റ്റായ വിഭാഗമുണ്ട്, അതായത് വളരെ റാഡിക്കലായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതായത് അക്രമത്തിൻ്റെ വഴിയൊക്കെ എടുത്ത് വളരെ ശക്തമായ വാദങ്ങളുമായിട്ട് തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ. അവർ ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഡിമാൻഡുമായിട്ട് വന്നു. എന്താണ് ഖലിസ്ഥാൻ? ഖലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും മാറി അവർക്ക് പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ സിഖ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു രാജ്യം വേണം, അതാണ് ഖലിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഖലിസ്ത എന്ന് പറയുന്ന രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡിമാൻഡ് ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലൊരു ഡിമാൻഡ് ഉയർന്നു വരാൻ തുടങ്ങിയതോടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിൽ കുറേ റാഡിക്കൽ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടായിരുന്നു. എന്താണ് റാഡിക്കൽ? അതായത് ആയുധമെടുത്ത് പോരാടുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ. ഇത്തരത്തിലുള്ള ആൾക്കാർ ഗവൺമെൻറ്റിനെതിരെ തീവ്രവാദ സ്വഭാവത്തിൽ പെരുമാറാൻ തുടങ്ങി. അപ്പോൾ എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ് ഇത്തരത്തിലുള്ള ആൾക്കാർ ആംഡ് ഇൻസർജൻസി തുടങ്ങി. എന്താണ് ആംഡ് ഇൻസർജൻസി? അതായത് ആയുധങ്ങളുമായിട്ട് ഗവൺമെൻറ്റിനെതിരെ പോരാടാൻ വേണ്ടി തുടങ്ങി. അതായത് അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണം. ഏത് രാജ്യം? ഖലിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വേണം, അവർക്ക് ഇന്ത്യയിൽ നിന്നും മാറണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഭരണഘടനയിൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു പ്രദേശത്തിനും വിട്ടുമാറി സ്വന്തമായിട്ടൊരു രാജ്യമാവുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സ്വന്തമായിട്ടൊരു രാജ്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രക്ഷോഭം തുടങ്ങുകയും, അത് ആംഡ് ഇൻസർജൻസി, അതായത് ആയുധങ്ങളുമായിട്ടുള്ള പ്രക്ഷോഭമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് തിരിച്ചടിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കും, ഈ മിലിറ്ററിയെ ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു ആംഡ് ഇൻസർജൻസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആയുധ കലാപകാരികൾ അവരുടെ സിഖ് മതത്തിൻ്റെ വിശുദ്ധ സ്ഥലമായ ഗോൾഡൻ ടെമ്പിളിനെയാണ്, അല്ലെങ്കിൽ സുവർണ ക്ഷേത്രത്തെയാണ്, പഞ്ചാബിലെ അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ സുവർണ ക്ഷേത്രത്തെയാണ് അവരുടെ ഏരിയ ആയിട്ട് സെലക്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് അവർ ഈ ഒരു ഗോൾഡൻ ടെമ്പിളിനെ സെലക്ട് ചെയ്തത്? കാരണം ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുവർണ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സിഖ് മതത്തിൽപ്പെട്ട ആൾക്കാരുടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളിലൊന്നാണ്. അവിടെ ഒരിക്കലും ഇത്തരത്തിലുള്ള ആംഡ് ഇൻസർജൻസി, അതായത് ഇത്തരത്തിലുള്ള ആയുധ ഏന്തിയ ആൾക്കാരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരിക്കലും വരികയില്ല. എന്തുകൊണ്ടാണ്? അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് സിഖ് മതത്തിലുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കും. കാരണം ഗോൾഡൻ ടെമ്പിൾ അവർക്ക് അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ്. എന്നാൽ ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വളരെ ബോൾഡായ ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ട് ഈ ഒരു തീവ്രവാദികളെ അവിടെ നിന്നും തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഇന്ദിരാഗാന്ധി എടുക്കുകയും അത് ആർമിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ആർമി അത് വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കി. ഈ ഒരു ഓപ്പറേഷനെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തുന്ന വഴി ഹിസ്റ്റോറിക് ടെമ്പിൾ, അതായത് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ സിഖ് മതത്തിലുള്ള ആൾക്കാരുടെ വളരെ വിശുദ്ധമായ ഈ ഒരു പ്രദേശത്തിന്, അതായത് ഈ ഒരു ടെമ്പിളിന് വളരെയധികം കേടുപാടുകൾ സംഭവിച്ചു. ഇതുകൂടാതെ എന്താണോ
ആ ഒരു ആംഡ് ഇൻസർജൻസ് അല്ലെങ്കിൽ ആ ഒരു തീവ്രവാദികൾ ഉദ്ദേശിച്ചത് അവരെ ആക്രമിക്കാൻ പോവുകയാണെങ്കിൽ അതായത് സിഖുകാരുടെ സെൻറ്റിമെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുക, അതായത് സിഖുകാർക്ക് അവരുടെ മതവുമായി ബന്ധപ്പെട്ട ഏറ്റവും വിശുദ്ധമായ സ്ഥലത്തിൽ ഗവൺമെൻറ് കയറി ബുള്ളറ്റുകൾ പായിച്ചു എന്നുള്ള ചിന്തകൾ വരെ ഉയർന്നു വരാൻ തുടങ്ങി. അതായത് ഗവൺമെൻറ്റിൽ നിന്നും ഈ ഒരു സിഖുകാരെ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി ഇത് കൂടുതൽ കലാപങ്ങൾക്ക് കാരണമാവുമെന്ന അവസ്ഥ വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ ഇഷ്യൂ അല്ലെങ്കിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ഓർത്തു വെക്കണം. അപ്പോൾ ഇത് ഗോൾഡൻ ടെമ്പിളുമായി ബന്ധപ്പെട്ടാണ്. ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ സുവർണക്ഷേത്രം അമൃത്സറിലാണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി. എന്നാൽ ഇതിനെതിരെ സിഖുകാരുടെ മനസ്സിൽ വലിയ പക ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുകയാണ്. സ്വന്തം ബോഡി ഗാർഡുകൾ, അതായത് സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വച്ചിട്ടുള്ള ബോഡി ഗാർഡുകളാണ് വെടിവെച്ച് കൊന്നത്. ഈ 2 ബോഡി ഗാർഡുകളും സിഖ് മതത്തിൽപ്പെട്ടവരായിരുന്നു. അവർ ഈ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് വേണ്ടി റിവെഞ്ച് എടുക്കുകയായിരുന്നു, പ്രതികാരം ചെയ്യുകയായിരുന്നു. അതായത് സിഖ് മതത്തെ വേദനിപ്പിച്ചതിന് ഇന്ദിരാഗാന്ധിക്ക് അവർ കൊടുത്ത പ്രതികാരമായിരുന്നു അല്ലെങ്കിൽ ശിക്ഷയായിരുന്നു ഈ ഒരു മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കണ്ട ഏറ്റവും ശക്തയായ പ്രധാനമന്ത്രികളിൽ ഒരാളായ, അതായത് വനിതാ പ്രധാനമന്ത്രി, ആദ്യത്തെ ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഈ ഒരു ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബർ 31 കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. അതായത് വീണ്ടും കോൺഗ്രസിൽ നിന്നും പുതിയൊരാൾ അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾ 1984 ശേഷം ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. എന്താണ്? 1980 ജനറൽ ഇലക്ഷന് ഇന്ദിരാഗാന്ധിക്ക് വലിയ വിജയം നേടി. അതിനുശേഷം ഇന്ദിരാഗാന്ധി വന്നു. അതിനുശേഷം നമ്മൾ എന്താണ് ഖലിസ്ഥാൻ ഇഷ്യൂ എന്ന് പഠിച്ചു. അതായത് ഖലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന സിഖുകാർക്ക് വേണ്ടി പ്രത്യേകം ഒരു രാജ്യം വേണമെന്നുള്ള ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേകം രാജ്യം എന്നുള്ള ആവശ്യത്തിന് വേണ്ടി അവർ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി, ആയുധവുമായിട്ട് കലാപങ്ങളിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അതായത് ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു റെഫ്രിജറേറ്റർ കമ്പനിയുടെ പേരാണ്, ബ്ലൂ സ്റ്റാർ. അപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, നീല നക്ഷത്രം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒന്ന് ഓർത്ത് വെക്കണം. 1984 ജൂൺ മാസത്തിൽ. അപ്പോൾ അത് വളരെയധികം വിജയിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? സിഖുകാരുടെ മനസ്സിനെ അത് വേദനിപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രതികാരത്തിനായിട്ട് അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, സ്വന്തം ബോഡി ഗാർഡ്, അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തി. 1984 ഒക്ടോബർ 31 ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ അതിനുശേഷം ഇന്ത്യ ചരിത്രത്തിൽ നടന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലാസ്സൊക്കെ കാണുന്നതെങ്കിൽ ഇതിൻ്റെ മുൻപുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് താഴെ പ്ലേ ലിസ്റ്റിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.